തീപിടുത്തമുണ്ടായ ഒരു കെട്ടിടത്തിന്റെ 2ാം നിലയിൽ ഒരു ബാലൻ അകപ്പെട്ടു. അവന്റെ അപ്പൻ വിളിച്ചു പറഞ്ഞു, മോനെ, എടുത്തു ചാടൂ, ഞാൻ നിന്നെ പിടിച്ചുകൊള്ളാം. അവൻ ആദ്യം ചിന്തിച്ചു, ഇത് ബുദ്ധിയാണോ? എങ്കിലും അവൻ പറഞ്ഞു, എൻ്റെ ഡാഡിയാണ് പറയുന്നത്. അവൻ എടുത്തു ചാടി. ആ പിതാവ് തൻ്റെ കൈകളിൽ അവനെ പിടിച്ചു. അവൻ താഴെ വീണില്ല. അദ്ദേഹം അവനെ മാറോടണച്ച് ചുംബിച്ചു. കെട്ടിടം തീപിടിച്ച് ആളിക്കത്തുകയാണ്. ഈ മകൻ എടുത്തു ചാടുന്നില്ല എങ്കിൽ അവൻ്റെ ജീവൻ അപകടത്തിലാകും. മോനെ, നീ വിശ്വസിക്ക്, നിന്റെ ഡാഡിയാണ് പറയുന്നത്, എടുത്തു ചാടുക എന്ന് പറഞ്ഞാൽ ഡാഡി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ചാടാതിരിക്കുമോ? അവൻ ചാടും. ആരാണ് അവനെ പിടിക്കുന്നത്? തൻ്റെ സ്വന്തം പിതാവ്. നേരെ മറിച്ച് വിശ്വസിച്ച് ചാടുന്നില്ലെങ്കിൽ അവൻ്റെ ജീവൻ അപകടത്തിലാകും. ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. എന്താണ് ദൈവത്തിൻ്റെ ഹിതം? നാം തൻ്റെ പുത്രനിൽ വിശ്വസിക്കുക എന്നതാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് തെളിവായി നമ്മുടെ ജീവിതം കർത്താവായ യേശുവിന് സമർപ്പിച്ചു കൊടുക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ സന്തതികളാകുന്നു. അതിനാൽ വിശ്വാസികൾ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് അവകാശികളുമാണ്. അബ്രഹാം അനുസരണയുള്ളവനായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ പാരമ്പര്യം, അന്ധവിശ്വാസം, പാപവഴികൾ എല്ലാം വിട്ടുകളഞ്ഞു. നാമും സ്വയം പരിശോധിക്കുക. ഇന്ന് നീ മുറുകെ പിടിക്കുന്ന ദോഷവഴികൾ, കീഴ്വഴക്കങ്ങൾ, പാരമ്പര്യം, ദുർമാർഗം എല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അഗ്നിശോധനയിൽ യേശുവിൻ്റെ ബലമുള്ള ഭുജങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നീ തയ്യാറാവുമോ? എങ്കിൽ നീ നിലംപരിചാകാതെ അവിടുന്ന് നിന്നെ താങ്ങും. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല.